പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സിൽവർ ലൈൻ സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചു. സിൽവർ ലൈൻ പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കുന്നതിനുള്ള സാഹചര്യങ്ങളും അന്തരീക്ഷവും കേരളത്തിൽ ഒരുക്കി തരണം, അതിനുള്ള അനുവാദം കേന്ദ്രത്തിൽ നിന്നുണ്ടാക്കി തരണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. ഇത് വലിയ രീതിയിലേക്കുള്ള ചർച്ചയും കോലാഹലവും കേരളത്തിൽ ഉണ്ടാക്കി. കാരണം ഒട്ടേറെ വിഷയങ്ങളിൽ ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്ന മുഖ്യമന്ത്രി, നമുക്കറിയാം ഇവിടെയുള്ള സ്ത്രീകളുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നിരവധിയായ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇന്ന് കേരളത്തിൽ കത്തി നിൽക്കുമ്പോൾ അത്തരം വിഷയങ്ങളിലൊന്നും ഒരു വാക്കുപോലും പറയുന്നതിന് പകരം സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് തിടുക്കപ്പെട്ട് ഒരു കത്ത് പ്രധാനമന്ത്രിക്ക് അയച്ചിരിക്കുകയാണ്. കേരളത്തിൽ അത് ഒട്ടേറെ പേർ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പല മേഖലയിലുള്ള സാംസ്കാരിക രംഗത്തെ ആളുകൾ, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സിൽവർ ലൈനിന്റെ സമരരംഗത്തുള്ളവരൊക്കെ തന്നെ ആ കാര്യങ്ങൾ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് വളരെ ധൃതി പിടിച്ച് കല്ലിടൽ പരിപാടി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ, തിരുവനന്തപുരത്ത് ജില്ലയിൽ ഒക്കെ തന്നെ വളരെ വ്യാപകമായ രീതിയിൽ പോലീസിന്റെ സംരക്ഷണത്തോടു കൂടി തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അവിടെ വന്ന് നിർബന്ധമായും അവിടുത്തെ ജനങ്ങളെ മാറ്റി നിർത്തി അവിടെ എല്ലാം കല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രകോപനമുണ്ടാക്കുന്ന ഒരു പരിപാടിയാണിത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇരകളാകുന്നവർ, ഈ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന സാമൂഹ്യ പ്രവർത്തകരൊക്കെ അവിടെ ചെന്ന് കല്ല് വലിച്ചു കളയുന്നുണ്ട്. അതുപോലെ അവരുടെ പേരിൽ കേസെടുക്കുന്നുണ്ട്. കേരളത്തിൽ വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധം ഈ രീതിയിലേക്ക് ആളുകെത്തുന്നുണ്ട്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒന്നും മിണ്ടാതെ ഇതെങ്ങനെയും നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ 10-ാം തീയതി തൃശ്ശൂര് കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ നടന്നു. ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് പ്രമുഖയായ പരിസ്ഥിതി പ്രവർത്തക, സാമൂഹ്യ പ്രവർത്തക, ലോകമറിയുന്ന സമരനായിക മേധാ പട്കറാണ് ആ സമരം ഉദ്ഘാടനം ചെയ്തത്. സിൽവർ ലൈൻ പദ്ധതിയുടെ പരിപാടിയെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ടാണ് മേധാ പട്കർ അന്ന് അവിടെ സംസാരിച്ചത്. എന്താണ് കേരളത്തിലെ സിൽവർ ലൈൻ കൊണ്ടുണ്ടായിരിക്കുന്ന പ്രയോജനങ്ങൾ? ഇവിടെ ഉണ്ടായിരിക്കുന്ന ജനങ്ങൾക്ക് അതുമായി എന്ത് പ്രയോജനമാണുള്ളത്? കേരളത്തെ രണ്ടായി വെട്ടിമുറിക്കുന്ന ഈ ഒരു പദ്ധതി കൊണ്ട് കേരളത്തിന്റെ പരിസ്ഥിതി മേഖലയിൽ വലിയ ആഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കേരള ഗവൺമെന്റ് ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് മേധാ പട്കർ പറഞ്ഞു. മേധാ പട്കർ ലോകം കണ്ട ഒരു പോരാളിയാണ്, ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ്. നമുക്കറിയാം, നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന അതിസുദീർഘമായ ഒരു സമര മേഖലയിലേക്ക് കടന്നു വന്ന ഒരു വലിയൊരു സമര പോരാളിയാണ് മേധാ പട്കർ. മേധാ പട്കർ ഈ കേരളത്തിന്റെ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിൽ ഒട്ടേറെ സംഭാവനകൾ ഇവിടെ ജനങ്ങളോടൊപ്പം നിന്ന് നൽകും എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. മേധാ പട്കർ കേരളത്തിലെ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് വളരെ ഗൗരവമായി പഠിക്കുകയും അതിൽ പ്രതികരിക്കേണ്ട ആവശ്യകത, അതിൽ നിരന്തരമായി ഉണ്ടാവേണ്ട സമരത്തിൻ്റെ ആവശ്യകത കേരള ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ട്രൂത്ത് ടാഗ് ഈ വിഷയത്തിൽ കേരളത്തിലെയും അതുപോലെ ദേശീയ തലത്തിലേക്കുള്ള വിവിധ പ്രമുഖരായിരിക്കുന്ന വ്യക്തികളെ കൊണ്ട് ഈ പ്രശ്നങ്ങളിലുള്ള പ്രതികരണം ആരായുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖമായിരിക്കുന്ന ഒരു പ്രതികരണമാണ് നിങ്ങൾ കേൾക്കുന്നത്. ശ്രീമതി മേധാ പട്കർ നിങ്ങളോട് സംസാരിക്കുന്നു. Madam, in the earlier government in Kerala, they are going ahead with the Silver Line project, even though all the opposition parties and most of the people are objecting to it. In part with the seeing the farmers' strike in Delhi, the Modi has said that it will not withdraw it for the farmers. Now he has withdrawn and apologized to the people of India. Now, in regard with that one, how do you see that one Silver Line project in Kerala and the government and Pinarayi Vijayan stand on it? See, no party in power that enters into any agreement and takes a decision to push any project in their mind ahead generally doesn't fall that easily to the people's pressures and powers, and hence the perseverance struggle is necessary. Now, in the case of Silver Line,
The left front government is saying that they had already committed to this project in their manifesto, and when the people voted for them, that means the people's consent they had obtained. But that is not acceptable, because the people's consent is first of all of those who are directly affected by any project. Secondly, that has to be done through a proper democratic process. Now, when their land or house is to be acquisitioned, it is the 2013 Act, which came after Narmada to Nandigram struggle against the 1894 British Days Act. Exactly. So that act has to be followed, which really has a requirement of social impact assessment, which we were involved in drafting process and we were insisting on. Yeah. And also the environmental impact assessment, and all the assessment from various angles related to the project is to be made with participation of the Public. Gram Sabhas. Yeah. Now, none of that That done. procedure or process is being followed in this case. Not only that, the EIA and pre-feasibility reports that they got done was through an agency which National Green approach. Tribunal did not approve. Yes. So they have to redo it. And the High Court's order is that without that being completed, there could be no acquisition. Yes, I agree. But now, yesterday we heard the directly affected people. Yeah. One Miss Maria, who lost her land to two other projects before, including the highway project. Okay. And now the third project is taking whatever she has saved out of those projects. There is 4 cent of land and her house. That also going is to be going gone. to be gone. So these people really are of the opinion that this Silver Line project is not approved by them. And what is the need for such a project, Exactly. which is so costly as 1.26 lakh crores as per Niti Aayog, which is going to be not a green project but affecting in various ways the wetlands, the regions, different parts of the Western Ghat region, Yeah. which is already a fragile region. And it's not only Gadgil report, even if Pinarayi Vijayanji approves the Kasturi Ranjan report, that also says that there have to be umpteen number of controls and regulations zone-wise. But that is also not considered. And especially Kerala is such a bountiful state. It is facing floods after flood. Yeah. every 2018 year. onwards. Yes. And that is because the natural flows are really obstructed with the infrastructure projects. This is Yeah. exactly what is happening in Chennai. Yeah. This is exactly what is happening in Maharashtra, in the district of Raigad, Kolhapur, wherever the flooding has really devastated thousands of families, their sources of livelihood, their property as the only support throughout life, and so on. So here also the flooding will be more impactful negatively, Yeah. and the whole region would face lot many impacts as far as wetlands and mangroves are concerned, which are also going to be affected in Yeah, certain 80 to 88 kilometer of wetlands only. Wetlands, Fully yes. filled up. Yes, and only in some part they have the elevated corridor. Yeah, yeah, but yeah. otherwise, that 292 kilometer is embankment there fully. embankments. Yeah. Yes. That So is those also embankments also will obstruct the natural natural flows flow of of water. water, Exactly. unless there are adequate outlets. Yes. Now those adequate outlets are not kept ever. And even if the elevated corridor is to be based on the pillars, those also obstruct the natural flows, and this is experienced now throughout the country. Exactly. So no one can say this is a green project. On what basis can the CM claim that? I think we have already appealed to the members of the Politburo who are also with us in the farmer struggle, Okay. who are putting in the great mass support and Okay. participation for last 1 year, and who are also opposing the bullet train in Maharashtra. So this No. is also another Exactly. bullet train. Yeah. And Modi government is now planning to bring in 8 different bullet trains, high-speed trains, Yes. across the country. So it's not so easy to really accept this, because this will be wrong prioritization. Yes. As far as the transport facility is concerned, the public sector should be promoted, developed, because 80% of the population
does not travel in such Exactly. rails. Yeah. Here they are saying that 40,000 passengers will travel. That's not going to 80,000 passengers travel daily. 80,000, sorry, 40,000 for the bullet train they are Yeah, saying. yeah. And here that is Here- across two states. Two states. Here this is only within single state. and still they are all the claims need to be proved. And we are not just challenging them, we are appealing to them to have a dialogue. I see many people sitting outside Secretariat and they haven't yet got an opportunity for a dialogue. UPA government had this characteristic that they would always have a dialogue whenever we would go and sit Yes, in front of them or take out a rally. Yeah. They would call a delegation and have a dialogue so that conflict But these could days be there is no resolved. dialogue between the government and the But people. that we expect from the left government, but it is not happening. People are saying that it will be another Nandigram to the CPM in Kerala. I What do you don't think know about that. I don't know that. I think the left front, we need to fight the fascist government today, which is not secular, which is not for equitable and sustainable and just development. But then for that, the left front also has to show courage and commitment to the pro-people policies and an alternative development paradigm, which is not reflected in the Modi ji's announcement at Glasgow, COP26, or earlier in Paris. It will only be the announcement by them to review this kind of a project and really not bowing down, but at least responding to the people's priorities and issues. So, what do you think that what will be the way out of this Silver Line project after People's appearing movement yesterday? and struggle and dialogue. Yeah. If they take a suo moto initiative for a dialogue, we would appreciate that, we would welcome it. But if not, then the people are going to take up the struggle. And now with the farmers' movement, it is established fact that people's movements are the only way, not the electoral politics, to change basically the development paradigm in this country, which is corporatization, privatization, globalization based. Do you expect that when Pinarayi Vijayan government will change the attitude towards the protection of the environment, or it will go off? Did farmers expect that Modi ji will apologize to them and all the countrymen Yeah, and repeal the 3 laws? exactly. But the people's movement can bring in change. That means you expect that people's movement will change the attitude of the governments. Yes, we expect it, and we feel confident because everywhere, wherever the movement is perseverant, strongly mass-based, and does not fall prey to either luring or corruption or co-option, then certainly the movement wins the battle. Thank you, madam. Thank you.